ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ജൂലൈ മാസമൊക്കെ ഇത് അവസാനിക്കാൻ പോവുകയാണ്. ഈ ആഴ്ച തിയേറ്ററിൽ തരാൻ പോകുന്ന 4 ചിത്രങ്ങളാണ്. മലയാള സിനിമയിൽ ഇപ്പോൾ വലിയ കാര്യമായിട്ടുള്ള സിനിമകൾക്കൊന്നും തന്നെ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും തിയേറ്റർ റിലീസുകളുടെ എണ്ണത്തിൽ ഓരോ ആഴ്ചയിലും കുറവുകളൊന്നും വരില്ല. എന്തൊക്കെയാണ് ജൂലൈ മാസം അവസാനം റിലീസിന് എത്തുമ്പോൾ 4 സിനിമകളിൽ പ്രതീക്ഷ വയ്ക്കുന്ന ചിത്രം ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് നാളെ തിയേറ്ററിൽ എത്തുമ്പോൾ വിജയിക്കാനുള്ള സാധ്യതകൾ ഏതൊക്കെയാണ്, അതിൽ ആരൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത്, സിനിമ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ പുതിയ സിനിമകളുടെ വിശേഷങ്ങൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഈ ഒരു ലിസ്റ്റിലെ ഒന്നാമത്തെ ചിത്രം ഏതെന്ന് നോക്കുകയാണെങ്കിൽ ആസിഫ് അലി, ഷറഫുദ്ദീൻ, അമല പോൾ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തുന്ന ലെവൽ ക്രോസ് എന്ന് പറയുന്ന സിനിമയാണ്. ലെവൽ ക്രോസ് എന്ന് പറയുന്ന സിനിമയുടെ ഒരു പോസ്റ്റർ എങ്കിലും കാണാത്തവരായിട്ട് അധികം സിനിമാ പ്രേമികളൊന്നും തന്നെ കാണത്തില്ല. നിലവിൽ ആസിഫ് അലിയുടെ ഈ ഒരു വിഷയം ഉണ്ടായതിനു ശേഷം ലെവൽ ക്രോസിന് അത്യാവശ്യം നല്ല റീച്ച് ആയിട്ട് അവിടെ അമലപ്പോളും നമ്മുടെ ആസിഫ് അലി നടത്തിയ ഇന്റർവ്യൂകളെല്ലാം തന്നെ അത്യാവശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് മാറിയിട്ടുണ്ട്. പ്രതീക്ഷ നൽകുന്ന ഒരു ട്രെയിലർ തന്നെയാണ് ചിത്രത്തിൻ്റെതായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. ചിത്രം ഡയറക്ട് ചെയ്തിരിക്കുന്നത് അർഫാസ് ആയൂബ് എന്ന് പറയുന്ന ഡയറക്ടറാണ്. അദ്ദേഹത്തിന് പുതുമുഖ ഡയറക്ടറാണെന്ന് തോന്നുന്നു, ഫസ്റ്റ് ചിത്രമാണെന്ന് തോന്നുന്നു. എന്നൊക്കെയുള്ള പ്രതീക്ഷ നൽകുന്ന ഒരു ട്രെയിലർ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നാളെ ഒരുപക്ഷെ ഒരു വിജയ് ചിത്രം തലവൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ആസിഫിന്റെ ഒരു വിജയ ചിത്രം തന്നെയായിട്ട് മാറാൻ ലെവൽ ക്രോസ് എന്ന് പറയുന്ന സിനിമയ്ക്ക് സാധിക്കുന്നു പ്രതീക്ഷിക്കാം. അടുത്ത രണ്ടാമത്തെ ചിത്രം ഏതെന്ന് നോക്കിയാൽ നമ്മുടെ മറിമായ എന്ന് പറയുന്ന ആ ഒരു വെബ് സീരീസ് അല്ലെങ്കിൽ നമ്മുടെ മഴവിന് മനോരമയെ സംരക്ഷണം ചെയ്യുന്ന ആ ഒരു പ്രോഗ്രാം ഒരു തവണയെങ്കിലും കാണാത്ത മലയാളികൾ കാണത്തില്ല. എന്തൊക്കെയാണൊരു ഒരു ഹാസ്യ പരിപാടി തന്നെയാണ് അവരുടെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാമാണ്. ആ ഒരു മറിമായ ടീമിൻ്റെതായിട്ട് ഒരു സിനിമ വരുമ്പോൾ മലയാള പ്രേക്ഷകർ തീർച്ചയായിട്ടും സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കോമഡി എലമെന്റ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള മികച്ച ചിത്രം തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രതീക്ഷ നൽകുന്ന ഒരു ചിത്രം തന്നെയാണ്. ചിത്രത്തിന്റെ പേര് നോക്കിയാൽ പഞ്ചായത്ത് ജെട്ടി എന്നാണ് ചിത്രത്തിന്റെ പേര്. ചിത്രം അണിയിച്ചൊരുക്കിയിരിക്കുന്നത് സലീം ഹസൻ, അതോടൊപ്പം മണികണ്ഠൻ തുടങ്ങിയവർ തന്നെയാണ്. ഈ ഒരു സിനിമയ്ക്ക് തിരക്കഥ എഴുതിയേക്കുന്നത് ഇവർ തന്നെയാണ്. നമുക്ക് മറിമായത്തിലൂടെ സുപരിചിതമായിട്ട് മാറിയ 2 ക്യാരക്ടർ തന്നെയാണ് ഇവരുടേത്. ഈ ഒരു സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്ന ഇവരൊക്കെ തന്നെയാണ് സലീം ഹസൻ, മണികണ്ഠൻ, അതോടൊപ്പം തന്നെ ഉണ്ണിരാജ, മണി ഷൊർണൂർ, രചന നാരായണൻകുട്ടി, രശ്മി അനിൽ, വീണ നായർ തുടങ്ങി അതായത് മറിമായത്തിൽ നമ്മൾ കണ്ടുപരിചയിച്ചിട്ടുള്ള എല്ലാ ആക്ടേഴ്സും തന്നെ ഈ സിനിമയിലും വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മലയാളത്തിലെ കുറച്ച് ആക്ടേഴ്സിനെയും കൂടെ ഉൾപ്പെടുത്തിയാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. അതൊക്കെയുള്ള പ്രതീക്ഷ നൽകുന്ന ഒരു ചിത്രമാണ്. കോമഡി എലമെന്റ്സോട് ഉൾപ്പെടുത്തി തീർച്ചയായിട്ടും മലയാളി പ്രേക്ഷകരുമായിട്ട് കണക്ട് ചെയ്ത് നാളെ റിലീസ് ചെയ്യുന്ന ഒരു വിജയ ചിത്രമായിട്ട് മാറാനുള്ള സാധ്യത പഞ്ചായത്ത് ജെട്ടി എന്ന് പറയുന്ന സിനിമയ്ക്കുണ്ട്. അടുത്ത മൂന്നാമത്തെ ചിത്രം ഏതെന്ന് നോക്കിയാൽ നമ്മുടെ ധ്യാൻ ശ്രീനിവാസിന് കേന്ദ്ര കഥാപാത്രമാക്കി SN സ്വാമി ആദ്യമായിട്ട് ഡയറക്ട് ചെയ്യുന്ന ചിത്രമാണ് സീക്രട്ട് എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് പ്രതീക്ഷ നൽകുന്ന ഒരു ട്രെയിലർ തന്നെ ചിത്രത്തിലായിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. SN സ്വാമിയുടെ സ്റ്റോറികളെല്ലാം തന്നെ നമുക്കറിയാം. അത് ഭയങ്കരധികം തീവ്രമായിട്ടുള്ളൂ. അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റിഗേഷൻ പശ്ചാത്തലമായിട്ടുള്ള ചിത്രങ്ങൾ തന്നെയായിരിക്കും അദ്ദേഹം ഒരുക്കിയിട്ടുണ്ടായത്. അതേ ട്രാക്കിൽ തന്നെ വരുന്ന ഒരു ചിത്രമായിട്ട് തന്നെയാണ് എനിക്ക് ഈ സീക്രട്ട് എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ കണ്ടതിന് ശേഷം തോന്നിയിട്ടുണ്ടായത്. എന്തൊക്കെയാണ് ധ്യാനെ കൂടാതെ തന്നെ ചിത്രത്തിൽ വലിയൊരു താരകർ തന്നെ അണിയിരുന്നിട്ടുണ്ട്. ജേക്കബ് ഗ്രിഗറി, അപർണ ദാസ്, അതോടൊപ്പം തന്നെ രഞ്ജി പണിക്കർ, രഞ്ജിത്ത് തുടങ്ങിയവരൊക്കെയാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. എന്തെങ്കിലും ചിത്രത്തിന് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുവാണെങ്കിൽ അല്ലെങ്കിൽ SN സ്വാമി ആദ്യമായിട്ട് ഡയറക്ട് ചെയ്യുന്ന ചിത്രം ആയതുകൊണ്ട് തന്നെ അദ്ദേഹം മികച്ച രീതിയിൽ തന്നെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും എനിക്ക് പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് കാത്തിരിക്കാൻ നാളെ ഈ സിനിമയുടെ റിലീസിനായിട്ട്. അതോടൊപ്പം തന്നെ നാളെ റിലീസിനെത്തുമ്പോൾ മറ്റൊരു ചിത്രം ഏതെന്ന് നോക്കിയാൽ 2000 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന നമ്മുടെ മോഹൻലാൽ കേന്ദ്ര കഥാപാത്രത്തിൽ ദേവദൂതൻ എന്ന് പറയുന്ന സിനിമയാണ്. ഈ ഒരു സിനിമ അക്കാലത്ത് ഫ്ലോപ്പായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നീട് മിനി സ്ക്രീനിൽ വന്നതിന് ശേഷം ഈ ഒരു സിനിമ വലിയ രീതിയിൽ തന്നെ വിജയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഈ ഒരു സിനിമ വീണ്ടും റിലീസ് ചെയ്യാൻ പോവുകയാണ് 4K ഫോർമാറ്റ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ കാണാൻ വേണ്ടി വലിയൊരു പ്രേക്ഷകർ തന്നെ പ്രത്യേകിച്ച് ആരാധകർ കാത്തിരിക്കുകയായിരുന്നു. ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ തന്നെ ഇതിനോട് തന്നെ ഹൗസ്ഫുൾ ആകുന്ന കാഴ്ച ബുക്ക് മൈ ഷോ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഈ ഒരു സിനിമ സിബി മലയിലായിരുന്നു ഈ ഒരു സിനിമ അണിയിച്ചൊരുക്കിയിട്ടുണ്ടായത്. ചിത്രത്തിൽ ലാലേട്ടനെ കൂടാതെ തന്നെ ചിത്രത്തിൽ ജയപ്രദയായിരുന്നു നായികയായിട്ട് വന്നിട്ടുള്ളത്. അതായത് ജനാർദ്ദൻ, അതോടൊപ്പം വിനീത്, അതോടൊപ്പം രന, രാധിക തുടങ്ങി മലയാളത്തിലെ സുപരിചിതമായിട്ടുള്ള താരങ്ങളൊക്കെ അണിയിരുന്നിട്ടുള്ള ചിത്രമായിരുന്നു. എന്തൊക്കെയാണ് റീ റിലീസ് ആണെങ്കിലും നാളെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടാൻ സാധ്യതയുള്ള ചിത്രമായിട്ട് ദേവദൂതൻ എന്ന് പറയുന്ന സിനിമ മാറും നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം നാളെ റിലീസ് ചെയ്യുന്ന മറ്റൊരു 5ാമത്തെ ചിത്രം എന്ന് നോക്കിയാൽ തമിഴിൽ നിന്നുള്ള ബിഗ്ഗസ്റ്റ് ചിത്രമാണ്. നമ്മുടെ ധനുഷ് കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തുന്ന റയാൻ എന്ന് പറയുന്ന സിനിമയാണ്. അദ്ദേഹം തന്നെയാണ് ഈ സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷ നൽകുന്ന ഒരു ട്രെയിലർ തന്നെയാണ് ചിത്രത്തിന്റെ ആയിട്ട് പുറത്തു വന്നിട്ടുള്ളത്. AR റഹ്മാനാണ് ചിത്രത്തിന് മ്യൂസിക് നൽകിയിട്ടുള്ളത്. മലയാളി സാന്നിധ്യമായിട്ട് കാളിദാസ് ജയറാം ചിത്രത്തിൽ നല്ല ശക്തമായിട്ടുള്ള ഒരു കഥാപാത്രമായിട്ട് വരുന്നുണ്ടെന്ന് ചിത്രത്തിന്റെ ട്രെയിലറിൽ നിന്ന് വ്യക്തമാണ്. അങ്ങനെ പ്രതീക്ഷ നൽകുന്ന ഒരു വെള്ളിയാഴ്ചയാണ് നാളെ വരാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു ചിത്രങ്ങളെല്ലാം തന്നെ സക്സസ് ആകാനുള്ള സാധ്യതകൾ ഏറെയുള്ള ചിത്രങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കാത്തിരിക്കാൻ നാളത്തെ നല്ലൊരു വെള്ളിയാഴ്ചക്കായിട്ട്. അപ്പൊ ഈ ഒരു 5 ചിത്രങ്ങളിൽ നിങ്ങൾ ഏത് ചിത്രമാണ് നാളെ തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ പോകുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി ശ്രമിക്കുക.